ഇപ്പോൾ ഗതാഗത വകുപ്പിൻ്റെ ഒരു നടപടിയുണ്ട്. അതായത് എയർ ഹോണുകൾ പിടിച്ചെടുക്കാനുള്ള ഒരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ആ എയർ ഹോണുകൾ കൊച്ചിയിൽ റോളർ ഉപയോഗിച്ച് നശിപ്പിക്കുകയാണ്. ഗതാഗത മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു നടപടി. റിയ ബേബി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നുണ്ട്. റിയ, ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഈ അല്ലാതെ വീട് തകർക്കുന്നതും ചില കുറ്റവാളികളുടെ വീട് തകർക്കുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ ഈ എയർ ഹോണൊക്കെ പിടിച്ചെടുത്ത് ഇതേപോലെ റോളർ കയറ്റി നശിപ്പിക്കണം എന്ന് തന്നെ എന്തുകൊണ്ടാണ് മന്ത്രി പറഞ്ഞതെന്നറിയില്ല. കാര്യം നല്ലതൊക്കെയാണോ? എയർ ഹോൺ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ശരി, അത്രയധികം ഒരു റോളർ കയറ്റി ഇറക്കാൻ മാത്രമുള്ള എയർ ഹോണുകൾ അവിടെ ഉണ്ടോ? പക്ഷേ അങ്ങനെ ഒരു കാഴ്ച ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഗതാഗത വകുപ്പ് മന്ത്രിയാണ് ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തത്. കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി പിടിച്ചെടുത്ത എയർ ഹോണുകളാണ് നമ്മൾ ഇത് ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് റോഡിൽ നിരത്തിയിട്ടിട്ടുണ്ട്. ഇത് റോഡ് റോളർ കയറ്റി നശിപ്പിക്കുക എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടികൾ അല്പസമയത്തിനകം തന്നെ നടക്കും. കഴിഞ്ഞ 1-2 ആഴ്ചകളായി കൊച്ചി നഗരത്തിൽ വ്യാപകമായി പരിശോധനകൾ നടത്തിയിരുന്നു. അങ്ങനെയാണ് എയർ ഹോണുകൾ പിടിച്ചെടുത്തത്. അതാണ് റോഡ് റോളർ കയറ്റി നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ദിവിഷ് നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരിക്കും അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തെന്നറിയില്ല. പക്ഷേ ഈ പൊതുജനങ്ങളുടെ സ്വൈര്യമായ സഞ്ചാരവും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ നേരത്തെ പരാമർശിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ആ നടപടിയിലേക്കാണ് കൊച്ചിയിലെ മോട്ടോർ വാഹന വകുപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ കിടക്കുന്നത്. നമുക്കിത് ആ ദൃശ്യങ്ങളിൽ കാണാം. റോഡ് റോളർ അവിടെ റെഡിയാണ്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ അത് ഈ റോഡിൽ നിരത്തിയിട്ടിരിക്കുന്ന എയർ ഹോണുകൾക്ക് മുകളിലൂടെ കയറി ഇറങ്ങും. അങ്ങനെ വിചിത്രമായ കൗതുകകരമായ ഒരു കാഴ്ചയിലേക്ക് കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ കടക്കാനും കഴിയും. ആ നടപടികൾ കൂടി അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എത്ര എയർ ഹോണുകൾ പിടിച്ചെടുത്തു എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കുകളൊക്കെ അല്പസമയത്തിനകം വിശദീകരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്തായാലും വ്യാപകമായ പരിശോധനകൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി കൊച്ചി നഗരത്തിൽ നടന്നിരുന്നു. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്നാണ് മനസ്സിലായത്. എത്ര എയർ ഹോണുകൾ പിടിച്ചെടുത്തുള്ള കണക്കുകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് ആ കണക്കുകളിലേക്കൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോകാമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും വിവിധ റോഡ് റോളർ സ്റ്റാർട്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് കൗതുകമുള്ള കാഴ്ചയായതുകൊണ്ട് തന്നെ കുറച്ച് ആളുകൾ ഹലോ റിയ കേൾക്കാൻ പറഞ്ഞോളൂ. ദിവിഷിത, എന്തായാലും റോഡ് റോളർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. JCB സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. റോഡിന്റെ നടുവിലായിട്ടാണ് എയർ ഹോണുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. സാറേ, എത്രത്തോളം എയർ ഹോണുകൾ പിടിച്ചെടുത്തു കണക്കുകളുണ്ടോ? 13-ാം തീയതി മുതൽ വ്യാപകമായ പരിശോധന എറണാകുളം നഗരത്തിൽ എമ്പാടും മോട്ടോർ വാഹന ഒരു കാര്യം, ഇത് ഇപ്പൊ തവിടുപൊടിയാക്കണമെങ്കിൽ റോളർ വേണമല്ലോ, എന്നാലേ ഇത് ചമ്മന്തിയായി പോളൂ. ഇതിപ്പോ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് ഇത് നശിപ്പിക്കുന്നത്? അതെ, നമുക്കതൊരു കൗതുകകരമായി നമുക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അല്ല, ഈ നടപടിയെ ഒരു കൗതുകമാണ്, അതൊരു കുഴപ്പമില്ല. നമ്മളിപ്പോ ഈ 2-3 ദിവസത്തെ ഡ്രൈവ് കൊണ്ടേ ഇതിപ്പോ കുറച്ച് വണ്ടികൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി ആളുകൾ വീണ്ടും ഇത് പിടിപ്പിച്ചാൽ നമ്മൾ ഡ്രൈവ് തുടരേണ്ടതല്ലേ? ഇത് അല്ല, വീണ്ടും ഇത് പിടിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ വേറെ അസംബ്ലി വെച്ച് പിടിപ്പിക്കേണ്ടി വരും. ഡ്രൈവർമാരുടെ ഭാഗത്ത് വലിയ വിമർശനം ഈ നടപടിയുമായി ബന്ധപ്പെട്ടുണ്ടോ? എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് അവർക്ക് ചെക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം എയർ ഹോണ് റോട്ടിൽ നിന്ന് ചെറിയ വാഹനങ്ങൾ മാറിത്തരുന്നില്ല. അതുകൊണ്ടാണ് കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടി കുറച്ച്. ഇല്ലില്ല, അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നടപടി ഇനിയും തുടരും? എങ്ങനെയാണ് ഈ നടപടികൾ തുടരും? കാരണം ഇത് അഴിച്ചെടുത്താൽ അവർക്ക് പുതുതായിട്ട് വേറെ പിടിപ്പിക്കാലോ. അത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓഫീസിൽ നിന്ന് ലഭ്യമാകും. RTO ലഭ്യമാക്കും. സ്വകാര്യ ബസ്സുകളിലാണോ കൂടുതൽ വരുന്നത്? ഇല്ല, സ്വകാര്യ ബസ്സുകളിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മറ്റ് അന്യ സംസ്ഥാന വാഹനങ്ങളിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത്. അതെ, കൂടുതലായിട്ടും. നമ്മുടെ കേരള വാഹനങ്ങളിൽ വളരെ കുറവായിരുന്നു. അന്യ സംസ്ഥാന വാഹനങ്ങളിലായിരുന്നു ഇത് കൂടുതൽ അന്യ സംസ്ഥാന വാഹനങ്ങളിലേക്കാണ് ആയിരുന്നു കൂടുതൽ. അതുകൊണ്ടാണ് കേരളത്തിൽ ഉപയോഗിക്കില്ല, പുറത്തെ ഉപയോഗിക്കുമെന്ന് അവർ പറയുന്നത് അല്ലേ? അതുകൊണ്ടായിരിക്കാം. കാരണം അത് ഇവിടെ വെച്ചിട്ട് തന്നെ നശിപ്പിക്കാന്ന് നമ്മുടെ സീനിയർ ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം. വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. ദിവിഷ്, എന്തായാലും ഇതാ ആ കാഴ്ചയിലേക്ക് കൂടി പോകാം. അതെ, വണ്ടി വരുന്നുണ്ട്. ആ കാഴ്ചയിലേക്ക് തന്നെ പോകാം. കാരണം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു കാഴ്ച. നമ്മൾ പലതരത്തിൽ കണ്ടിട്ടുണ്ട്. കെട്ടിടങ്ങൾ പൊളിക്കുന്ന കണ്ടിട്ടുണ്ട്, മതിലുകൾ പൊളിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാ ഇവിടെ
എയർപോർട്ടുകൾക്ക് മുകളിലൂടെയാണ് ഭക്ഷണം കയറ്റി അത് ഒഴിക്കുന്ന നടപടിയിലേക്ക് നടക്കുന്നത്. സന്ദേശം കാണാം. ബക്കറ്റ് വെച്ച് ഇടിച്ച് റെഡിയാക്കണം അല്ലേ?